السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه الفائزين برضا الله ما بعد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وقل رب زدني علما. صدق الله العلي العظيم. ആദരണീയനായ കേരള മുസ്ലിങ്ങളുടെ ആത്മീയ നേതാവും ഈ സ്ഥാപനത്തിന്റെ അമരക്കാരൻ ബഹുമാനപ്പെട്ട സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങൾ അവരുകളെ, യോഗത്തിന്റെ അധ്യക്ഷൻ ബഹുമാനായ ആദർശേരി ഹംസക്കുട്ടി മുസ്ലിയാർ അവരുകളെ, ബഹുമാന്യനായ ജാമിയ അറബിക് കോളേജ് പ്രിൻസിപ്പളും കാസർഗോഡ് സംയുക്ത ജമാഅത്ത് ഖാദിയുമായ പ്രൊഫസർ കെ ആരിക്കുട്ടി മുസ്ലിയാർ, ബഹുമാനായ സയ്യിദ് മുഹമ്മദ് നിസാമി, ബഹുമാന്യനായ ഹക്കീം ഫൈസി, മറ്റു വേദിയിലുള്ള ബഹുമാന്യരായ പണ്ഡിതന്മാരെ, ഉമറാക്കളെ, നേതാക്കളെ, ഈ മഹത്ത സദസ്സിൽ പങ്കെടുത്ത വാഫി കോഴ്സിന്റെ വിവിധ സ്ഥാപനങ്ങളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന വാഫി കോഴ്സ് കരസ്ഥമാക്കിയ സ്ഥാപനങ്ങൾ പുറത്തിറങ്ങിയ യുവ പണ്ഡിതന്മാരെ, സഹോദരന്മാരെ, ഏറ്റവും മഹത്തായ പരിപാടിയാണ് ഇവിടെ 2 ദിവസമായി നടന്നുകൊണ്ടിരുന്നത്. കേരളത്തിലെ ഇന്ന് ഏറ്റവും ശ്രദ്ധേയമായ ഒരു കോഴ്സായി എല്ലാവരും കാണുന്ന വളാഞ്ചേരി മർക്കസ് തർബിയത്തുൽ ഇസ്ലാമിയയിൽ സ്ഥാപിക്കുകയും വിവിധ സ്ഥാപനങ്ങളിലായി ഇന്ന് ആ കോഴ്സ് വിപുലമായി നടന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന വാഫി കോഴ്സ്, അതിന്റെ സംസ്ഥാന തലത്തിലുള്ള കലോത്സവ പരിപാടിയാണ് ഇവിടെ നടക്കുന്നത്. ഇവിടെ നേരത്തെ സൂചിപ്പിച്ച പോലെ ഈ കാലഘട്ടത്തിൽ ഏറ്റവും അനിവാര്യമായ ഒരു കാര്യമായി സമുദായം ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതുപോലുള്ള സമന്വയ വിദ്യാഭ്യാസമാണ്. സമന്വയ വിദ്യാഭ്യാസം ഈ കാലഘട്ടത്തിൽ അനിവാര്യമായി വന്നു എന്നത് നമുക്കൊക്കെ മനസ്സിലാക്കാൻ സാധിക്കും. പരിശുദ്ധ ദീനിനെതിലുള്ള എല്ലാവിധ ഒളിയമ്പുകളും ഭാഗങ്ങളിൽ നിന്നും വരുമ്പോൾ അതിനെയൊക്കെ ശാസ്ത്രീയമായി കാലോചിതമായി നേരിടാനും സാധിക്കണമെങ്കിൽ ഈ കാലഘട്ടത്തിന് ആവശ്യമായ എല്ലാവിധ വിവരങ്ങളും സമ്പാദിച്ച പണ്ഡിതന്മാർ ഈ സമുദായത്തിലുണ്ടാവണം. എല്ലാ അറിവുകളും അല്ലാഹുവിന്റെ അനുഗ്രഹമാണ്. മഹാനായ മനുഷ്യ പിതാവ് ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം അവിടുത്തെ അല്ലാഹു അനുഗ്രഹിച്ചാദരിച്ചത് അറിവ് കൊണ്ടാണ്. ആ അറിവ് വളരെ വിപുലമായിരുന്നു. അല്ലമ ആദമൽ അസ്മാഅ കുല്ലഹ, വിശുദ്ധ ഖുർആൻ പറയുന്ന അതാണ്. ലോകത്തെ എന്തൊക്കെ അറിവുകളുണ്ട്, അറിവുകൾ മുഴുവനും ആദം നബി അലൈഹിസ്സലാമിന് അല്ലാഹു പഠിപ്പിച്ചു കൊടുത്തു. അതില് മതവിദ്യാഭ്യാസവും ഭൗതിക വിദ്യാഭ്യാസവും ശാസ്ത്ര വിദ്യാഭ്യാസവും എന്തൊക്കെയുണ്ട് അതെല്ലാം തന്നെ അതിനെ സംബന്ധിച്ചൊക്കെ ബഹുമാനപ്പെട്ട ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് അല്ലാഹു പഠിപ്പിച്ചു കൊടുക്കൊണ്ടാണ് അവിടുത്തെ അല്ലാഹു ആദരിച്ചത്. അതുപോലെ നമുക്ക് കാണാൻ സാധിക്കും. ഏതൊരു ഘട്ടത്തിലും ഏതൊരു കാലഘട്ടത്തിലും മനുഷ്യൻ അല്ലാഹു തആല നൽകിയിരിക്കുന്ന മഹത്വം വിദ്യാഭ്യാസത്തിലൂടെ മാത്രമാണ്. ആ ഒരു വിദ്യാഭ്യാസം കേരള മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരത് പൂർവികമായ പാരമ്പര്യത്തിന്റെ പിന്തുണ എന്നോണം ഇന്നും വളരെ വിപുലമായ നിലക്കതിന്റെ നടത്തിക്കൊണ്ടുവരികയാണ്. കേരളത്തിലെ പോലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തന്നെ ലോകത്ത് മറ്റെവിടെയും ഇല്ല എന്ന് ആ യാഥാർത്ഥ്യം പോലും ഇന്ന് സമ്മതിച്ചു കഴിഞ്ഞു. ഇത്രയും വിപുലമായ വിദ്യാഭ്യാസ പ്രക്രിയ ഈ കൊച്ചു സംസ്ഥാനത്ത് സംഘടിപ്പിക്കാൻ സാധിച്ചത് എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ ഈ സമുദായത്തിന് നേതൃത്വം നൽകുന്ന മഹത്തുക്കളായ നമ്മളുടെ പൂർവിക ഉസ്താദുമാരും
നേതാക്കന്മാരും ആ ഒരു കാര്യം വളരെ ശ്രദ്ധ ഊന്നിക്കൊണ്ട് ദീനീ പ്രവർത്തനം ഇവിടെ നടത്തിയത് മാത്രമാണ്. അതുതന്നെയാണ് നമ്മളുടെ ഈ സ്ഥാപനം. നേരത്തെ പറഞ്ഞതുപോലെ ഈ സ്ഥാപനത്തിൽ വന്നുകൊണ്ടുള്ളൊരു പരിപാടിയിൽ പങ്കെടുക്കുമ്പോൾ ഒന്നാമതായി സ്ഥാപനത്തിൽ നമുക്കൊക്കെ തന്നെ ഓർമ്മിക്കാനുള്ളത് ഈ സ്ഥാപനത്തിന്റെ സ്ഥാപകനായിരുന്ന നീണ്ട കാലം ഇതിനുവേണ്ടി ഊണും ഉറക്കുമില്ലാതെ ഈ സ്ഥാപനത്തിനെ വളർത്തിക്കൊണ്ടുവരാൻ പ്രവർത്തിച്ച നേതൃത്വം നൽകിയ മഹാനായിരുന്നു ഷെയ്ഖുന KK ഹസ്രത്ത് ഉസ്താദ് അവർ. അല്ലാഹു അവരെ പരലോക ജീവിതം സന്തോഷകരമാക്കി കൊടുക്കുമാറാകട്ടെ. അതുപോലെ ഈ സ്ഥാപനത്തിന് നേതൃത്വം നൽകിയിരുന്ന നമ്മൾക്കൊക്കെ അറിയാം, മുസ്ലിം കേരളത്തിന്റെ ആത്മീയ ആചാര്യനായിരുന്ന ബഹുമാന പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് മഹാനവറുകളുടെ ഉഖ്റവിയായ ദറജ അല്ലാഹു ഉയർത്തി കൊടുക്കുമാറാകട്ടെ. ഈ രണ്ട് മഹൽ വ്യക്തികളുടെ ആത്മീയമായ ആ പുണ്യമായ നേതൃത്വം ഈ സ്ഥാപനത്തിനുണ്ടായതുകൊണ്ടാണ് ഇത്രയും വലിയ ഒരു വളർച്ചയിലേക്ക് ഈ സ്ഥാപനം എത്തിയിട്ടുള്ളത്. അങ്ങനെയുള്ള ഒരു സ്ഥാപനം, ഇതുപോലുള്ള സ്ഥാപനങ്ങൾ ഇതൊക്കെ തന്നെ ഈ മഹത്തായ വിദ്യാഭ്യാസ വളർച്ചയ്ക്ക് വേണ്ടി സമുദായത്തിൽ ഉപകരിക്കുന്ന പണ്ഡിതന്മാരെ സംഭാവന ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതിന്റെയൊക്കെ കൂടെ നമുക്കൊക്കെ കൂടാൻ സാധിക്കുക, അതിന്റെ കൂടെ പോകാൻ സാധിക്കുക, അതൊക്കെ തന്നെ നമ്മളുടെ ജീവിതത്തിൽ ഒരു യുദ്ധമായി നമുക്ക് കാണേണ്ടതാണ്. ഇവിടെ ഞാൻ ദീർഘമായി സംസാരിക്കുന്നില്ല. ഒരു കാര്യം ഞാൻ സൂചിപ്പിക്കുന്നു. ഇവിടെ നടന്നായ ഈ കലോത്സവത്തിലെ ജേതാക്കൾ, റാങ്ക് ജേതാക്കൾ, അതുപോലെ അവാർഡ് ജേതാക്കൾ എല്ലാവരും വലിയ ഒരു സന്തോഷത്തിന്റെ സദസ്സിലാണ് ഇവിടെ കൂടിയിട്ടുള്ളത്. എന്നാൽ ഒരു കാര്യം ആ കൂട്ടത്തിൽ നമ്മളൊക്കെ തന്നെ ഓർമ്മിക്കേണ്ടതുണ്ട്. ഇൽമ് അല്ലാഹു നൽകുന്നതാണ്, കഴിവ് അല്ലാഹു നൽകുന്നതാണ്. അത് പ്രസംഗ കഴിവുള്ളവരുണ്ടാകാം, എഴുത്തിന്റെ കഴിവ് നൽകിയവരുണ്ടാകാം, അതുപോലെ തന്നെ പാടാൻ കഴിവുള്ളവരുണ്ടാകാം, പാടി പറയാൻ കഴിവുള്ളവരുണ്ടാകാം. വിവിധ മേഖലകളിലായി ഇത്തരം കഴിവുകൾ, നമ്മിൽ പൊളിഞ്ഞു കിടക്കുന്ന കഴിവുകൾ പുറത്തു കൊണ്ടുവന്ന് അതിനെയൊക്കെ ഉപകരിക്കുന്ന നിലക്കാക്കിക്കാനാണ് ഇതുപോലെ ഈ കലോത്സവങ്ങളും ഈ മത്സരങ്ങളും ഒക്കെ നടത്തുന്നത്. അങ്ങനെ നേടിക്കഴിഞ്ഞ ഒരാളെ സംബന്ധിച്ചിടത്തോളം അവന് ഏറ്റവും വലിയ മുഖമുദ്ര വളരെ വിനയവും താഴ്മയുമാണ്. എല്ലാ കഴിവും ഞാൻ നേടിക്കഴിഞ്ഞു, എനിക്ക് പ്രസംഗിക്കാൻ കഴിയും, എനിക്ക് പറയാൻ കഴിയും, എനിക്ക് പാടാൻ കഴിയും, എനിക്ക് എഴുതാൻ കഴിയും എന്ന ആ ഒരു കഴിവിനെ വലിയ ഒന്നായി അവൻ കാണുകയും അതിനനുസരിച്ചുകൊണ്ടുള്ള ആ ഒരു രീതിയിലേക്ക് അവരെത്തുകയും ചെയ്താൽ അതവന്റെ തകർച്ചയുടെയും അവന്റെ പരാജയത്തിന്റെയും തുടക്കമാകുമെന്നതിൽ യാതൊരു സംശയവുമില്ല. വിശുദ്ധ ഖുർആൻ അല്ലാഹു പറഞ്ഞു, വിശുദ്ധ ഖുർആൻ ഈ ലോകത്തേക്ക് അവതരിപ്പിച്ച സൂറ, ആ സൂറയിൽ തലഭാഗത്ത് തന്നെ അല്ലാഹു പറയുന്നത് അല്ലമ ലിസാന മാലം വേദം, മനുഷ്യന് അറിയാത്ത എല്ലാ കാര്യങ്ങളും അല്ലാഹുവാണ് പഠിപ്പിച്ചു കൊടുത്തത്. പക്ഷേ ഒരു കാര്യം അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതിന്റെ തുടർച്ചയായി പറയുകയാണ്, കല്ലാ ഇന്നൽ ഇൻസാന ലയത്വാ അർആഹു ഇസ്തഗ്ന. ഈ അറിവൊക്കെ നേടി മനുഷ്യൻ ആഗ്രഹിച്ചു പോകുന്ന ഒരവസ്ഥയിലേക്ക് എത്താൻ പാടില്ല. അടുത്തിക്കഴിഞ്ഞാൽ അവന്റെ നാശത്തിന്റെ, അവന്റെ പരാജയത്തിന്റെ, അവന്റെ തകർച്ചയുടെ, അവന്റെ താഴ്ചയുടെ തുടക്കമായിരിക്കുന്നത്. മനുഷ്യൻ നശിച്ചു പോകും. അല്ലാഹു പറഞ്ഞല്ലോ, ഇന്നൽ ഇൻസാന ലയത്വാ, നശിച്ചവനായി പരാജയപ്പെട്ടവനായി പോകും. എന്തിനുള്ള കാരണം? അർആഹു ഇസ്തഗ്ന, ഓനെ തോന്നാൻ ഞാൻ എല്ലാത്തിനും മതിയോനായി, എല്ലാത്തിനും കഴിവനായി, ഞാൻ പറയുന്നത് കേൾക്കാൻ ആളുകളുണ്ട്, ഞാൻ എഴുതുന്നത് വായിക്കാൻ ആളുകളുണ്ട്, ഇനി എനിക്ക് തന്നെയാണ് എല്ലാം എന്ന ആ ഒരു തോന്നൽ അത് ഉണ്ടായിക്കഴിഞ്ഞാൽ ആ മനുഷ്യൻ പരിചയപ്പെട്ടു പോവുകയാണ്. അതുകൊണ്ട് ബഹുമാന്യരായ ഇവിടെയുള്ള ഈ മത്സരത്തിൽ വിജയിച്ച യുവ പണ്ഡിതന്മാർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഇതൊക്കെ നമ്മളുടെ ഉയർച്ചയുടെ, വളർച്ചയുടെ ഒരു കാര്യമായി മാറണം. അത് മാറാമെങ്കിൽ അതിന് അല്ലാഹു വെച്ചിരിക്കുന്നത് അവാല്, താഴ്മ, വിനയം, ആ അനുസരണം, ആ ഒരു പൊരുത്തം അതിൽ കൂടിയാവണം. എന്നാ റഫഅഹുല്ലാഹ്, അല്ലാഹു അവനെ ഉയർത്തും. അപ്പൊ ആ ഒരു ഉയർച്ചയിലേക്ക് ഈ വിജയം നിങ്ങൾക്കൊക്കെ അതിനുള്ള ഒരു വഴിയാകട്ടെ, അതിനുള്ളൊരു തുടക്കമാകട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഈ മഹത്തായ സംരംഭത്തിന് എല്ലാത്തിലുള്ള വിജയങ്ങളും ഭാവുകങ്ങളും നേർന്ന് ഞാൻ നിർത്തുന്നു. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.